അല്ല, അൻവർ ഈ പറഞ്ഞ സന്ദർഭത്തിലും മുന്നണി വിട്ട സന്ദർഭത്തിലും നിങ്ങൾ ഈ പറഞ്ഞ കോളികളൊക്കെ ഒന്നും ഈ നാട്ടിലാരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസന കുതിപ്പ് തുടരുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിലപാടിനെ, ജനങ്ങൾ അംഗീകരിച്ച നിലപാടിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് സ്വരാജിൻ്റെ. ഒരു എഫക്റ്റും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇനി ഈ തെരഞ്ഞെടുപ്പിലും ഒന്നും സ്വാധീനിക്കാൻ കഴിയും. മഹാദുരന്തങ്ങളോട് പോലും എതിരിട്ട് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. 100% അഭിമാനകരമായ വിജയം ഇടതുപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടും. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ നാട്ടുകാരൻ തന്നെയായ എം സ്വരാജ് വരുന്നു എന്നറിഞ്ഞത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. നമുക്ക് ചോദിക്കാം, എത്രത്തോളമാണ് അവരുടെ വിജയ പ്രതീക്ഷ എന്നുള്ളത്. ഇപ്പോൾ ജൂൺ 19 നിലമ്പൂർ ഇലക്ഷൻ വരികയാണ്. എം സ്വരാജാണ് സ്ഥാനാർത്ഥി. വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെ. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. എത്രമാത്രമാണ് നിലവിൽ നിലമ്പൂരിൽ LDFന്റെ വിജയ പ്രതീക്ഷ? LDFന്റെ പ്രവർത്തകരും അനുഭാവികളും മാത്രമല്ല, നിലമ്പൂരിലെ LDF അല്ലാത്ത ആളുകളും വലിയ ആവേശത്തിലാണ്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നാടിനെ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് സ്വാഭാവികമായും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. വലിയ ഉറച്ച വിജയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ PV അൻവർ എന്ന് പറയുന്ന മുൻ MLA, അദ്ദേഹം വലിയ രീതിയിലുള്ള കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നണി വിടുന്നത്, MLA സ്ഥാനം രാജിവെക്കുന്നത്. ഇപ്പം നാട് മുഴുവൻ നടന്ന് സർക്കാരിനെ കുറിച്ച് കുറ്റം പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അപ്പം അൻവർ ഫാക്ടർ എത്രമാത്രം ഉണ്ടാവും നിലമ്പൂർ ഇലക്ഷനിൽ? അല്ല, അൻവർ ഈ പറഞ്ഞ സന്ദർഭത്തിലും മുന്നണി വിട്ട സന്ദർഭത്തിലും നിങ്ങൾ ഈ പറഞ്ഞ കോളികളൊക്കെ ഒന്നും ഈ നാട്ടിലാരും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു എഫക്റ്റും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇനി ഈ തെരഞ്ഞെടുപ്പിലും ഒന്നും സ്വാധീനിക്കാൻ കഴിയും. ഇപ്പോൾ എം സ്വരാജ് എന്ന് പറയുന്ന പേര് CPIMനെ സംബന്ധിച്ചിടത്തോളം, മുന്നണി മാത്രമല്ല CPIMനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരിടത്തും പക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുഖവുര ആവശ്യമില്ലാത്തൊരു പേരാണ് എം സ്വരാജ്. അപ്പൊ അത്തരത്തിലൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പൊ അത്തരത്തിലൊരാള് നിലമ്പൂർ പോലൊരു സ്ഥലത്തേക്ക്, അതായത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നിലമ്പൂരാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എറണാകുളമാണ്. അപ്പൊ അത്തരത്തിലൊരാൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അത് നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകരുടെ മേല് വിജയിച്ചേ മതിയാവൂ എന്നുള്ള തരത്തിലേക്ക് ആ ഭാരം കൂടുകയല്ലേ ചെയ്യുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ പാർട്ടി ഘടകം നിശ്ചയിച്ചു കൊടുക്കുന്ന പ്രവർത്തനവും ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെയാണ് ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ ഏതൊരാളും ചെയ്യേണ്ടത്. അതാണ് സഖാവും ചെയ്യുന്നത്. അതുകൊണ്ട് നിലമ്പൂര് അദ്ദേഹം ഇടപെടുന്നില്ല എന്നുള്ളതല്ല. അദ്ദേഹം ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇവിടെ സ്ഥിരമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വാഭാവികമായും ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സന്ദർഭം. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ് വളരെ വിജയകരമായി രണ്ടാമത്തെ ടേം പൂർത്തിയാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരത്തിൽ വരും എന്നൊരു പൊതുബോധത്തിലേക്ക് കേരളമാകെ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇപ്പോൾ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസന കുതിപ്പ് തുടരുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിലപാടിനെ, ജനങ്ങൾ അംഗീകരിച്ച നിലപാടിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് സ്വരാജിൻ്റെത്. UDF പറയുന്നതിനൊന്നും വിശ്വാസ്യതയില്ല എന്നുള്ളത് ആദ്യത്തെ അനുഭവമല്ലല്ലോ. അത് നമ്മുടെ തുടർച്ചയായിട്ടുള്ള അനുഭവമാണ്. അവർ എന്തോ പറയുന്നു, എന്തോ ചെയ്യുന്നു എന്ന നിലവാരത്തിലേ എടുക്കേണ്ടതുള്ളൂ. അവർ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നും എന്ന നിലവാരത്തിലാണ്. അതൊന്നും ആരും ഗൗരവമായിട്ട് എടുക്കാറില്ല. അൻവറിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, അൻവർ 2 സെറ്റ് പത്രിക കൊടുത്തു. അതിൽ ഒരെണ്ണം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് തള്ളിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അൻവർ ഇപ്പോൾ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ അൻവറിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം ആരെയായിരിക്കും കൂടുതൽ ബാധിക്കുക? ഇടതുപക്ഷത്തെയാണോ അതോ UDFനെയാണോ? ഇടതുപക്ഷത്തെ ഒരു തരത്തിലും ബാധിക്കില്ലല്ലോ. കാരണം ഇടതുപക്ഷത്തിന് വിട്ടുപോയ ഒരാളാണ്. പോയ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് ഒരു പോറലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച വസ്തുതയാണ്.
അപ്പോൾ ഇടതുപക്ഷത്തെ ഇത് ഒരു കാരണവശാലും ബാധിക്കില്ല. ഇടതുപക്ഷം കാണുന്നത് ഈ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മഹാദുരന്തങ്ങളോട് പോലും എതിരിട്ട് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചതും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അംഗീകാരത്തിന്റെ ഭാഗമായി അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഇടതുപക്ഷം കാണുന്നത്. പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാവും എന്നുള്ളൊരു നിരീക്ഷണമുണ്ടോ? അത് സ്വാഭാവികമായിട്ടും അതിനെന്താ സംശയമുള്ളത്? അതിന് പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തോടു കൂടി അതെല്ലാം ജനങ്ങളെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. എന്തൊക്കെയായാലും വിജയിക്കുമെന്നുള്ള 100% പ്രതീക്ഷയായിട്ട് തന്നെയാണ് പ്രവർത്തനം തുടരുന്നത്. 100% പ്രതീക്ഷ. അഭിമാനകരമായ വിജയം ഇടതുപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും. ആര്യാടന്റെ കുടുംബ പേരൊന്നും ഒരു പ്രശ്നമാവുമെന്ന് കരുതുന്നില്ല. ആര്യാടൻ ഷൗക്കത്ത് 2016 മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടതല്ലേ. അന്ന് അദ്ദേഹം ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലാണ് മഹാഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് പറഞ്ഞത്. എന്തെല്ലാം പ്രചരിപ്പിച്ചിരുന്നു, എന്താണ് അനുഭവം? ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ആ 2016 അങ്ങനെ പരാജയപ്പെടാൻ ഇടയാക്കിയ ചില കാര്യങ്ങളുണ്ട്, അവിടെ ചില പ്രവർത്തനം നടന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2021 വി പ്രകാശൻ മത്സരിച്ചപ്പോൾ അതിനോട് പ്രതികാരം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ മറുപടി ഇപ്പം ഉണ്ടാവില്ലേ? ഇതിന്റെ മറുപടി ഇനി 2026 ഉണ്ടാവില്ലേ? അതിന്റെ മറുപടി പിന്നെ ആവർത്തിക്കില്ലേ? അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് 2016 ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടതിലൂടെ കോൺഗ്രസ് ഒരിക്കൽ പരാജയപ്പെടുക മാത്രമല്ല ചെയ്തു, തുടർച്ചയായ പരാജയ പരമ്പരകൾക്ക് തുടക്കമിടുക ചെയ്തു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ കഴിഞ്ഞ വട്ടോ അതിന് മുൻപത്തോട്ടൊക്കെ അൻവർ ജയിച്ചത് LDFന്റെ വോട്ട് കൊണ്ടാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ PV അൻവറിന് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഒന്നും യാതൊരു പങ്കുമില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിബന്ധങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതൊന്നും ഇല്ല എന്ന് പറയാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. പക്ഷെ നിർണായകമായ കാര്യം എന്താ? അത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ്. അൻവർ അതിനു മുമ്പ് മത്സരിച്ചിട്ടല്ലോ, അന്ന് ജയിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നു എന്നതാണ് ഇടതുപക്ഷം വിടുന്നത് വരെയുള്ള അൻവറിന്റെ പ്രസക്തി. അത് ആണ് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുള്ളത്. അൻവർ ഇടതുപക്ഷം വിട്ടതോടുകൂടി ആ ഒരു പ്രസക്തി ഇല്ലാതെയായി, അൻവർ അപ്രസക്തനാവുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസക്തി എങ്ങനെയാണ് ഇടതുപക്ഷം വിട്ടുണ്ടാവുക? അതോടുകൂടി ആ പ്രസക്തി ഇല്ലാതെയായി. അതർക്കമില്ല. അതിന്റെ ഒരു പരിണിത ഫലമാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.